ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രോക്കോളിയാണ്. അപ്പോൾ ഇതാ ഒരു ബ്രോക്കോളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതാ ഇതുപോലത്തെ ഫ്രോസൺ ചെയ്തിട്ടുള്ള കോണാണ്. ഫ്രോസൺ കോണോ അല്ലെങ്കിൽ ഫ്രഷ് കോണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബ്രോക്കോളി ഇതാ ഞാൻ ഇതുപോലെ ഓരോ ഫ്ലോറൽസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രോക്കോളി എന്ന് പറയുന്നത് വളരെ വളരെ ഫൈബർ റിച്ച് ആയിട്ടുള്ള, അതുപോലെ കൊളസ്ട്രോളൊക്കെ കുറക്കുന്ന വളരെ പോഷകഗുണകരമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഫ്ലോറൽസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ തിളപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പീസ് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇതിലേക്ക് ഇതാ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനി ഈ ബട്ടറിലിട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രീൻ ചില്ലിയാണ്, പച്ചമുളക്. അതും ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ബട്ടറിലിട്ടിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതാക്കി കഷ്ണിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതാ കോണാണ്. കോണ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് ഹാഫ് കുക്ക്ഡ് ആയിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ വെള്ളമൊക്കെ വാർത്തിട്ട് ഇതാ ബ്രോക്കോളി, വേവിച്ചെടുത്തിട്ടുള്ള ബ്രോക്കോളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രോക്കോളി ഒന്നെങ്കിൽ നമുക്ക് ആവിയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ചെടുക്കാം. ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതാ ചിക്കനാണ്. ചിക്കന് ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നത്. അതൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള സാൾട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോയാ സോസും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാ അതിനിടയ്ക്ക് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് വളരെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം കുക്കിംഗ് ടൈം ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ബോൺലെസ് ചിക്കനാണ്. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. അപ്പോൾ അടച്ചു വെച്ചേക്കാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കോണാണ്. കോണ് കുക്ക്ഡ് ആണ്, വേവിച്ചിട്ടുള്ള കോണാണ്. ഫ്രഷ് കോണോ അല്ലെങ്കിൽ ഫ്രോസൺ കോണോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോഴാണ് നമ്മുടെ ആ ഒരു സൂപ്പിൻ്റെ. ഇനി നമുക്ക് ആവശ്യാനുസരണം ഇതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. നമുക്ക് എത്ര സൂപ്പ് വേണം അതിനനുസരിച്ച് നമുക്ക് 1-2 ഗ്ലാസ് വെള്ളം ചേർക്കാവുന്നതാണ്. അതുപോലെ സാൾട്ടും ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് കുറച്ചും കൂടി സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കുറച്ചും കൂടി സ്പൈസി ആവുന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് മുകളിൽ കുറച്ചും കൂടെ പെപ്പർ പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളെ സൂപ്പ് റെഡിയാണ്. ഇപ്പോൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ബ്രോക്കോളി സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൂടുതൽ റെസിപ്പീസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.